ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി എസ്.യുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിയമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്നാലും അത്രയധികം സന്തോഷം, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് കാലിൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ എത്ര സന്തോഷം. ഇതാണ്. വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയം, പിന്നെ 2 കല്യാണം, എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്, അത് മാത്രമേ പറയാം. ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിനുള്ള സന്തോഷം, അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്നറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു, നന്നായിരിക്കട്ടെ 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 എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ ഏതെങ്കിലും വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും. അതിന് അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസത്തിനുള്ളിൽ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അത് ഒരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രമുണ്ട്. 11th. ശരി, താങ്ക് യു. സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും, എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മുട്ട ജ്യേഷ്ഠൻ തന്നെയാണ്, എൻ്റെ മൈസൂരിൽ. മണ്ഡലകാലമാണ്, ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. അവർക്ക് തമിഴ് ആളുകൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഗുരുവായൂരപ്പൻ കാണാം. താങ്ക് യു.